അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 6ാം ക്ലാസ് ദുറൂസുൽ ഇഖ്സാന്റെ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാം. 1. യോജിച്ചവ ചേർക്കാം. അല്ലാഹു മാപ്പാക്കാത്ത 2 മഹാപാപങ്ങൾ ശിർക്കും കുഫറും. 2. അല്ലാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. 3. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. 4. എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് അസ്മാഉൽ ഹുസ്ന. 5. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനൻ. 6. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. 2. പൂർത്തിയാക്കാം. 1. ദീനിന്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ. 2. പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3. ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ. 4. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. 5. നന്മ ചെയ്യൽ എന്ന ഒരു അർത്ഥം കൂടി ഇഹ്സാനിനുണ്ട്. 3. വ്യക്തമാക്കാം. ഇഹ്സാൻ എന്നാൽ എന്ത്? നീ നിന്റെ രക്ഷിതാവിനെ മുമ്പിൽ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇബാദത്ത്. ഇബാദത്ത് എന്നാൽ എന്ത്? അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കലാണ് ഇബാദത്ത്. 4. ഉത്തരം എഴുതാം. 1. മുനാഫിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക. 2. നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? സ്വർഗാവകാശികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവന്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിൽ. 3. മറ്റുള്ളവർക്കും നാം നന്മ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ ആരെല്ലാം? അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാര്, നാട്ടുകാര്, എല്ലാവരുമായും നന്മയിൽ വർത്തിക്കണം. 4. അൽ-കഹ്ഫ് സൂറത്തിൽ കർമ്മങ്ങൾ പായായി പോയവർ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത് ആരെയാണ്? അല്ലാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല അവരെ കുറിച്ച്. 5. മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ? സുബ്ഹി, ഇശാ. 5. പൂരിപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക. 6. കള്ളികളിൽ അസ്മാഉൽ ഹുസ്ന എഴുതാം. അസ്മാഉൽ ഹുസ്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 8 പേരുകൾ എഴുതാനാണ്. നിങ്ങൾ 8 പേരുകൾ അവിടെ എഴുതി ചേർക്കുക. അസ്മാഉൽ ഹുസ്ന 99 പേരുണ്ട്. ആ മുഴുവൻ പേരുകൾ ഇവിടെ ചേർക്കാൻ പ്രയാസമായതുകൊണ്ടാണ് എഴുതാത്തത്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ 8 ചേർത്ത് കൊടുക്കുക. 8-10 പേരുകൾ നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. ഈ രീതിയിലാണ് നാളെ പരീക്ഷ ഉണ്ടാവുക. എല്ലാവരും നന്നായി പഠിക്കുക, പാഠപുസ്തകം വായിക്കുക, തദ്രീബാത്ത് പഠിക്കുക. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.